മ്യൂസിക് ആൽബത്തിൽ അഭിനയിക്കുന്ന വ്യാജ വിളിച്ചു വരുത്തി സംവിധായകൻ തന്നെ ട്രാപ്പിൽ പെടുത്താൻ നോക്കുന്ന ആരോപണമായി രേണുസുതി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. വിപിൻ ലാൽ എന്ന ആൽബം സംവിധായകനെതിരെയാണ് രേണു ഗുരുതരമായി തന്നെ ആരോപണവുമായി രംഗത്ത് വന്നത്. രേണുവിന്റെ വാക്കുകളിലൂടെ തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത്. അയാൾ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. വിപിൻ ലാൽ വൃത്തികെട്ട ഒരാളാണ്. ദാസേട്ടനും ഞാനും ഒരുമിച്ച് അഭിനയിച്ച് കുണിങ്ങി കുണിങ്ങി എന്ന ആൽബത്തിന്റെ സെറ്റിൽ വെച്ചാണ് അയാളെ ആദ്യമായി കാണുന്നത്. കഥ പറയാനാണ് പുതിയൊരു ആൽബം ഉണ്ടെന്ന് പറഞ്ഞ് അഡ്വാൻസ് അയച്ചു തന്ന് അതിലേക്ക് അയാൾ എന്നെ ക്ഷണിച്ചത്. മോഡൽ ഡ്രസ്സായി ധരിക്കണമെന്ന് പറഞ്ഞു. വസ്ത്രങ്ങൾ അയച്ചു തന്നതേ ഉള്ളൂ. ഇട്ടുനോക്കി കംഫർട്ടാണെങ്കിൽ മാത്രം ധരിച്ച് അഭിനയിച്ചാൽ മതി എന്നും പറഞ്ഞു. ആ സമയത്ത് ഞാൻ ദുബായിലായിരുന്നു. ആൽബം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സീനൊന്നും വിവരിച്ചു തന്നിട്ടില്ല. എന്നെ കരുതിക്കൂട്ടി ചതിക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാവുകയാണ് ചെയ്തത്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയതുപോലെ ഷെഫീന ബീവി എന്ന സ്ത്രീ പലരെയും വെച്ച് എന്നെ കുടുക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. വസ്ത്രങ്ങൾ ട്രയൽ ചെയ്ത് നോക്കാനായി ഞാൻ വിപിൻ ലാലിൻ്റെ വീട്ടിൽ പോയി. അയാളുടെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. വസ്ത്രം ധരിച്ച് നോക്കിയപ്പോൾ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അതേപോലെ തന്നെ പാർട്ടി നൽകുമ്പോൾ ഡാൻസ് കളിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അന്ന് മീഡിയ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവർ എന്നെ കൊന്നു കുഴിച്ചുമൂടുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അത്. ആദ്യം ഒരു പൂവ് തരുന്ന സീനായിരുന്നു എടുത്തത്. പിന്നീട് അയാൾ മാറ്റിയും മറിച്ചും പലതും പറയാൻ തുടങ്ങി. ഞാനൊരു ചതിയും ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഇവരുടെ പ്രവൃത്തിയിൽ സംശയം തോന്നിയില്ല. ഇറക്കം കുറഞ്ഞ വസ്ത്രമാണ് തന്നത് ധരിക്കാൻ. ആദ്യം വിപിനും ഭാര്യയും ആവശ്യപ്പെട്ടു. ശേഷം അയാൾ എന്നെ എടുക്കുന്ന സീൻ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അവർ നിർബന്ധിക്കുമായിരുന്നു എന്നെ. പക്ഷെ ഞാൻ വഴങ്ങിയില്ല. പൊക്കിൽ മുന്തിരി വെച്ച് വിപിൻ അയാളിനെ കടിച്ചെടുക്കുമെന്ന് ഒരു ഷൂട്ട് ചെയ്യണമെന്ന് പിന്നീട് അവർ പറഞ്ഞു. അതിനും ഞാൻ വഴങ്ങിയില്ല. സൗമ്യമായി തന്നെയാണ് ആദ്യം ഞാൻ സംസാരിച്ചത്. അവർ ആരോപിക്കുന്നത് പോലെ തന്നെ ഞാൻ അന്നേ ദിവസം മദ്യപിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ ചെയ്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരട്ടെ. ഭക്ഷണം പോലും അവർ എനിക്ക് വാങ്ങി തന്നില്ല. മദ്യവും മയക്കുമരുന്നും കഴിച്ചിട്ടുമില്ല. ദുബായിൽ പോകുമ്പോഴോ കസിൻസ് ഒപ്പമോ മാത്രമാണ് ഞാൻ മദ്യപിക്കാറുള്ളത്. വിപിൻ ലാൽ എന്നെ സീനിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചപ്പോൾ അവിടെ പ്രമോഷൻ വന്ന മീഡിയ അടക്കം ഞാൻ പോയി സങ്കടം പറയുകയാണ് ചെയ്തത്.